നമസ്കാരം. കേരള സമൂഹത്തെ പിടിച്ചുലച്ച സംഭവമായിരുന്നു ഷൊർണൂരിൽ തീവണ്ടി യാത്രക്കിടെ സൗമ്യ എന്ന യുവതി കൊല്ലപ്പെട്ടത്. കേസിൽ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തുചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തിരുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ ഉയരുന്ന ചോദ്യമാണ്, ഒരു യാചകനെന്ന് പറയപ്പെടുന്ന ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേസ് നടത്തിയതെന്ന്. ആരാണ് ഗോവിന്ദച്ചാമി? എവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും പണം? അയാൾക്ക് പിന്നിലാര്? വീഡിയോ തുടർന്ന് കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും കമന്റ് ചെയ്യാം. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം. 2011 ഫെബ്രുവരി 1 എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഭവം വിശദമായി പ്രതിപാദിക്കുന്ന ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കൂടല്ലൂർ ജില്ലയിലെ വിരുദാചലം മുനിസിപ്പാലിറ്റിയിലാണ് സമത്വപുരം ഗ്രാമം. തനി സാധാരണക്കാരായ ഏറെ കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 1998 സംസ്ഥാന സർക്കാരാണ് അവിടെ ഭവനരഹിതർക്കായി വീടുകൾ ഒരുക്കിയത്. പട്ടാളത്തിൽ നിന്നും ഹവിൽദാറായി വിരമിച്ച അറുമുഖത്തിനും കുടുംബത്തിനും അങ്ങനെ അവിടെ ഒരു വീട് കിട്ടി. ഭാര്യയും 2 ആൺമക്കളുമുള്ള കുടുംബത്തിൽ പക്ഷേ സമാധാനമുണ്ടായിരുന്നില്ല. മദ്യത്തിൽ കുളിച്ചു കഴിയുന്ന അറുമുഖം അല്ലറ ചില്ലറ മോഷണങ്ങളും നടത്തിയിരുന്നു. അയാളുടെ പാത തന്നെയായിരുന്നു മക്കളായ ഗോവിന്ദച്ചാമിയും സുബ്രഹ്മണ്യവും തെരഞ്ഞെടുത്തതും. റോഡ് പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ പണം ഉപയോഗിച്ച് അമ്മ ആ കുടുംബത്തെ കരുപിടിപ്പിക്കാൻ നോക്കിയെങ്കിലും വൃഥാവിലാവുകയായിരുന്നു. മുഴുക്കുടിയനായ ഭർത്താവും ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന മക്കളും ആ സ്ത്രീയുടെ സമനില തെറ്റിച്ചു. അങ്ങനെ സമനില തെറ്റി അലഞ്ഞു നടക്കവേ അവർ റോഡിൽ വെച്ച് വാഹനമിടിച്ചു മരിച്ചു. കാലം കടന്നുപോകവേ അറുമുഖവും ജീവിതത്തോട് വിട പറഞ്ഞു. അപ്പോഴേക്കും സ്വന്തം ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഗോവിന്ദച്ചാമിയുടെ പേരിൽ 10ലേറെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. മാല പൊട്ടിക്കലും സ്ത്രീകളെ കടന്നുപിടിക്കലും അവയിൽ ഉൾപ്പെട്ടതായിരുന്നു. ഗോവിന്ദച്ചാമിയുടെ പ്രത്യേക സ്വഭാവം അയാളെ ഏതൊരു ക്രൂരതയ്ക്കും പാകപ്പെടുത്തുന്നതായിരുന്നു. കവർച്ചയും ലൈംഗികതയും മാത്രമായിരുന്നു ഗോവിന്ദച്ചാമി എന്ന മനുഷ്യനിൽ നിറഞ്ഞിരുന്നത്. വിവിധ പേരുകളിൽ ഇറങ്ങി കവർച്ച നടത്തുന്ന അയാൾക്ക് മനുഷ്യത്വം എന്നത് തീണ്ടാപ്പാടകലെയായിരുന്നു. ചെറുപ്രായത്തിൽ ഗോവിന്ദച്ചാമി തന്റെ പ്രവർത്തന മേഖല തീവണ്ടിയായി നിശ്ചയിക്കുന്നതോടെ അയാൾ ഭിക്ഷക്കാരനായി. ഗോവിന്ദച്ചാമിയുടെ കൂടെ അങ്ങനെ ഒരു കവർച്ച സംഘം രൂപപ്പെട്ടു. യാചകവേഷത്തിൽ ട്രെയിനിൽ കവർച്ച ചെയ്തു കിട്ടുന്ന തുക ലഹരിക്കും സെക്സിനും വീതം വെച്ചു. അമിത ലൈംഗികാസക്തനായ ഗോവിന്ദച്ചാമി കവർച്ച സംഘത്തിലെ അംഗത്തിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്തതോടെയുണ്ടായ സംഘർഷത്തിലാണ് അയാൾക്ക് ഇടതു കൈപ്പത്തി നഷ്ടമായതെന്നാണ് പറയപ്പെടുന്നത്. ഒരു കൈ നഷ്ടമായതോടെ അയാൾ മുംബൈയിലേക്ക് വണ്ടി കയറി. അവിടെ അയാൾ ഒരു ക്രിമിനൽ സംഘത്തിന്റെ ഭാഗമായി. അതായിരുന്നു പൻവേലിലെ ഭിക്ഷാടന മാഫിയ. ഭിക്ഷാടന മാഫിയയുടെ നിയന്ത്രണത്തിലൂടെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ. മുംബൈ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ ജനനിബിഡമായ പൻവേൽ ക്രിമിനലുകൾക്ക് തഴച്ചു വളരാൻ പറ്റിയ ഇടമായിരുന്നു. പൻവേൽ സംഘത്തിന് ഗോവിന്ദച്ചാമി ശരിക്കും ഒരു മുതൽക്കൂട്ടാവുകയായിരുന്നു. പിന്നീട് പൻവേൽ ഗ്യാങ്ങിന്റെ സഹായത്താലാണ് ഗോവിന്ദച്ചാമി കവർച്ച ഊർജിതമാക്കിയത്. അഥവാ പോലീസിന്റെ പിടിയിൽ വീണാൽ അതഴിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പതിവായിരുന്നു പൻവേലിലെ ഭിക്ഷാടന മാഫിയയ്ക്ക്. ഗോവിന്ദച്ചാമി മാഫിയയുടെ മുൻപന്തിയിലേക്ക് വന്നത് വളരെ പെട്ടെന്നായിരുന്നു. ഓരോ തീവണ്ടിയിലും യാചകനായി കയറിക്കൂടി കവർച്ച ചെയ്ത് ആ കിട്ടുന്നവ പൻവേൽ മാഫിയയിലേക്കായിരുന്നു എത്തിയിരുന്നത്. ഇതുവരെ 20 ലക്ഷത്തിലേറെ രൂപ സൗമ്യവധവുമായി ചെലവഴിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഇത്ര തുക ഇറക്കി ഗോവിന്ദച്ചാമിയെ രക്ഷിച്ചാലും മാഫിയയ്ക്കുണ്ടാകുന്ന ധനനഷ്ടം പുറത്തിറങ്ങിയാൽ 1-2 മാസത്തിനകം തീർക്കാൻ ആ ഒറ്റക്കയ്യന് കഴിയുമെന്ന വിശ്വാസമാണ് പൻവേൽ മാഫിയയ്ക്ക്. ഇന്ത്യൻ റെയിൽവേയുടെ ഓരോ തീവണ്ടിക്കകത്തും പൻവേൽ മാഫിയയുടെ അംഗങ്ങൾ നമുക്കൊപ്പമുണ്ട്. വിവിധ ഗോവിന്ദച്ചാമിമാരായി. മാഫിയക്കായി അവർ നമ്മുടെ സ്വത്ത് കവരും. വേണ്ടി വന്നാൽ ജീവനും. അവരെ ഏത് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തെത്തിക്കാനും ഒരു അജ്ഞാത സംഘം ഉണ്ടാകുമെന്നതാണ് ഗോവിന്ദച്ചാമിമാരുടെ വിശ്വാസം. ഒറ്റക്കൈയുമായി അതീവ സുരക്ഷാ ജയിലിന്റെ പുറത്തെത്താൻ അയാൾക്കായത് പരിശോധിച്ചാൽ ഇത് വ്യക്തമാവും. പിന്നെ പിടിക്കപ്പെട്ടത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഗോവിന്ദച്ചാമിക്ക് കൃത്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിൽ ആ ഒറ്റക്കയ്യൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.